അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കും ഉം, ജന്ന ഉം, അവകാശപ്പെട്ടാണ്. ജന്ന എന്ന് വെച്ചാൽ സ്വർഗം. നമുക്കും സ്വർഗത്തിൽ പോകാൻ അവകാശമുണ്ട്. ഇല്ലേ? എന്തുകൊണ്ടാണത്? നമ്മള് മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട്. ഓക്കെ. അപ്പം നമ്മള് മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ അവകാശമുണ്ട്. അല്ലേ? അങ്ങനെയാണെങ്കിലേ നമ്മൾ ആ അവകാശം പറഞ്ഞ് ചെന്നാലും ഓക്കെ ആയിരിക്കും. ഉം. നമ്മളെ ജനത്തിൽ കയറ്റുമോ? നമുക്ക് നോക്കാം. ഇൻഷാ അള്ളാ. നമ്മൾക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ജന്ന നമുക്കുള്ളതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്വർഗം നമുക്കുള്ളതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതെന്തുകൊണ്ടാ? നമ്മളോട് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയണേ, നമ്മളോട് ഉമ്മ പറഞ്ഞു എനിക്ക് ഉള്ളതാണ് കേട്ടോ ആ ഒരു ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, പക്ഷെ അതിന്റെ മുന്നേ നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, എന്നാ ഞാൻ എന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഓക്കെ, അങ്ങോട്ട് കൊണ്ടുപോകുമല്ലോ, അതിനു വേണ്ടിയിട്ട് നമ്മള് തയ്യാറാവും. അവിടെ പോവാനുള്ള ആഗ്രഹം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാവും ചിലപ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞത്, എന്നാലും കുഴപ്പമില്ല, അങ്ങോട്ട് പോവല്ലേ, അപ്പൊ പിന്നെ ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, റെഡി. അല്ലേ? ഇതുപോലെ അള്ളാഹു നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ, വരൂ നിങ്ങൾക്ക് സ്വർഗം തരാം, സ്വർഗത്തിൽ അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട്. പാല് പോൽ തേന്റെ പോൽ തേനേക്കാളും മധുരമുള്ള, പാലിനേക്കാളും വെളുത്തിട്ടുള്ള അരുവിയുണ്ട്. അവിടെ എല്ലാ പഴവർഗ്ഗങ്ങളും ഉണ്ട്, ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാം. ഉം, ഭയങ്കര ജന്നത്തിനെ പറ്റി വർണ്ണിക്കാന്ന് വെച്ചാൽ നമുക്ക് വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല, അത്രയും കാര്യങ്ങൾ സ്വർഗത്തെ പറ്റി അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ഹൗലുൽ കൗസറിനെ പറ്റി വിവരിച്ചിട്ടുണ്ട്. ഹൗലുൽ കൗസറിലാണ് ഈ പാലിനേക്കാൾ ഉം, വെളുത്തതും തേനേക്കാൾ മധുരമുള്ളതും ആയിട്ടുള്ള വെള്ളമുള്ളത്. അതിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിന്റെ സമയത്ത് മഹ്ശറയില് നമുക്ക് തരുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മഹ്ശറിന്റെ സമയത്ത് എല്ലാവരും ഒരു കൺമേതെ ഈ സൂര്യനുമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തീങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പോയിട്ട് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് വെള്ളത്തിൽ തരുന്ന ആരൊന്നും ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഇന്നോൽക്ക് മാത്രമുള്ളതാണ്, ഞാൻ നിങ്ങൾക്ക് തരൂല, ഇത് സ്വഹാബാക്കൾക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും ഉള്ളതാണെന്നാ പറഞ്ഞിട്ടുള്ളത്. മാഷാ അല്ലാഹ്. ഇതില്ല. അപ്പൊ അത് നമുക്കൊക്കെ അവകാശപ്പെട്ടാണ്. കാരണം എന്താ, നമ്മള് മുസ്ലിങ്ങളല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തീങ്ങളല്ലേ, നമുക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് കേറി ചെല്ലണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അവരെ അനുസരിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുക്ക് പറഞ്ഞത് അനുസരിച്ചിട്ട് ചെന്നാലല്ലേ നമുക്ക് തരുള്ളൂ. അല്ലാതെ തോന്നിയതൊക്കെ ചെയ്ത് അനുസരണശീലമൊന്നുമില്ല, പക്ഷെ എനിക്ക് സാധനം കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ? അല്ല. ഇപ്പൊ നമുക്ക് നോക്കാം, നമ്മള് വീട്ടിലിരിക്കുന്ന സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ ജോലികളുള്ളതായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നമുക്ക് പലരുടെയും പ്രശ്നം പറയുന്നതാണ് എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, സമയം കിട്ടുന്നില്ല. അത് തെറ്റാണ്. നമുക്ക് എങ്ങനെ സമയം കിട്ടാതിരിക്കുക? ഈ സമയം തന്ന ആളാരാണ്? അള്ളാഹു. അപ്പം സമയം തന്ന ആൾക്ക് വേണ്ടിയിട്ടൊന്നും കൊടുക്കാതെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ സമയം കണ്ടെത്താൻ നമുക്ക് എന്താണ്? അതെങ്ങനെ ശരിയാവുക? അത് ശരിയാവുക? നമുക്കൊരു കാര്യം തന്നു, എന്നിട്ട് പറഞ്ഞു അതിന് കുറച്ച് സമയം ഇന്ന കാര്യത്തിന് മാറ്റി വെക്കണേ, ഏറ്റവും കുറച്ച് സമയം 24 മണിക്കൂർ തന്നിട്ടുണ്ട്, അതിനൊരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ പോരാ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനേ? അല്ലെങ്കിൽ 1 മണിക്കൂർ മാറ്റി വെച്ചൂടെ? എന്നാലും ബാക്കി 23 മണിക്കൂറില്ലേ?
പിന്നെ എങ്ങനെ നമുക്ക് ആ ഒരു എക്സ്ക്യൂസ് പറയാൻ കഴിയാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും നമ്മളോട് എന്താ പറഞ്ഞ സ്വർഗം അവിടെ ഇനി നിങ്ങൾ കലാകാലം ജീവിക്കേണ്ടത് അല്ലെ? സ്വർഗത്തിലെ തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവനും അവിടെ പിന്നെ മരണമില്ല. പക്ഷെ ഇവിടെ മരണമുണ്ട്. ഇവിടെ എപ്പോ വേണേലും മരിക്കാം. എന്നിട്ട് നമ്മൾ ഓടുകയാണ് ഇവിടെ സേഫ് ആക്കാൻ വേണ്ടിട്ട്. ഇവിടെ എന്ത് സേഫ് ആണെന്നുള്ളത്, ഇവിടെ എന്ത് സേഫ്റ്റി അല്ലേ? ഒരു നിമിഷം കൊണ്ട് ഒക്കെ പോകും. നമ്മൾ എങ്ങനെയൊക്കെ ആശിച്ച് മോഹിച്ച് ഉണ്ടാക്കി എടുത്താലും അതൊക്കെ വീണ്ടും കേടുവരും, വീണ്ടും ഇല്ലാണ്ടായി പോകും. ഇപ്പൊ നമ്മളെ ഇടുന്ന വസ്ത്രം തന്നെ നോക്കാം. നമ്മൾ ഓരോ സമയത്തും ഒരുപാട് ആശിച്ച് മോഹിച്ച് വാങ്ങിയ വസ്ത്രങ്ങളാണ്. പക്ഷെ ഇപ്പൊ അത് എന്ത് ചെയ്യണം എന്നറിയാതെ എങ്ങനെ ഒഴിവാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്ന എത്രയോ വസ്ത്രങ്ങൾ ഉണ്ടാവും നമ്മളെ കയ്യിൽ അല്ലെ? കാരണം നമുക്കത് ആവശ്യമില്ല. അപ്പൊ അത്രയും എഫേർട്ട് എന്തായി കഴിഞ്ഞു. നേരെ മറിച്ച് സ്വർഗത്തേക്ക് ഉള്ളതാണെങ്കിലോ നമ്മൾ ഇടുന്ന എഫേർട്ട് മുഴുവനും സ്റ്റോർ ചെയ്യണം അവിടെ. അത് വേസ്റ്റ് ആവണില്ല. നമ്മളെ സമയം വേസ്റ്റ് ആവണില്ല. അത് ആ സ്വർഗത്തിലേക്കുള്ള സമയമാണ്. നമുക്ക് അവിടെ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിന്റെ ഉള്ളിലേക്കൊന്ന് കേറി കിട്ടിയാൽ പോരെ നമുക്ക്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് സ്വർഗത്തേക്ക് കയറാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടോക്കാം. ഇത് ഒരു ഡെയിലി ചെക്ക് ചെയ്യേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. ഇത് നിങ്ങൾ എഴുതിയിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് എഴുതിയിട്ടിട്ട് എന്നും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ. അപ്പൊ തന്നെ നമുക്ക് അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം സ്വർഗത്തിലുള്ളതായിരുന്നു എന്ന് തീരുമാനിക്കാം. ഓക്കെ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് പറയുന്നത്. കാരണം സ്വർഗത്തിലുള്ള വഴിയാണ്. കുട്ടികളൊന്നും വരെ ഇതല്ലോ. അള്ളാഹു അനുഗ്രഹിച്ചതാണ്. ഒന്നാമത്തെ കാര്യം 5 നേരത്തെ നിസ്കാരം സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. നമുക്കറിയാം നിസ്കരിക്കും, എല്ലാവരും നിസ്കരിക്കുന്നവർ തന്നെയാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും സമയത്ത് നിസ്കരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് ടൈമിൽ നിസ്കരിക്കാൻ നമുക്കൊരു ഉന്മേഷം കിട്ടലില്ല, അല്ലെങ്കിൽ പലർക്കും അതിന് സാധിക്കലില്ല. പലരും ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ മാഷാഅള്ളാ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പലർക്കും അത് ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മുൻഗണനാ ലിസ്റ്റിൽ നിസ്കാരത്തിന്റെ സമയം അല്ലെങ്കിൽ നിസ്കാരമായിട്ട് വരലില്ല. അതന്നെ നമുക്ക് അള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിസ്കാരം എത്രത്തോളം നേരം വഹിച്ചണോ അതേപോലെ സ്വർഗത്തേക്ക് പോകാനുള്ള സമയം നേരം വഹിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സ്വർഗത്തേക്ക് എത്തണ്ടേ? അതിനു വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പോവാണെന്ന് എന്റെ കരുതുന്നുണ്ട്. നമ്മൾ മനസ്സിൽ കരുതുക സ്വർഗത്തേക്ക് പോവാണ്, സ്വർഗത്തിലേക്കുള്ള വഴി കയറാൻ പോവാണെന്ന് കരുതിയിട്ട് നിസ്കാരത്തിലേക്ക് ചെല്ലുക. അപ്പൊ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നത്തിന് ബാങ്ക് കൊടുക്കാൻ സമയം അപ്പോ തന്നെ നമ്മള് ഉളു എടുത്ത് നിൽക്കുക, തയ്യാറായി നിൽക്കുക. അതുപോലെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ ഒരു വണ്ടിയാണ് ഇത് പ്രയർമേറ്റ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മുസല്ല എന്ന് പറഞ്ഞത്. നമ്മൾ അതിൽ ഏറ്റവും നല്ല വസ്ത്രം, നല്ല വസ്ത്രത്തിൽ ഇത്തിരിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വസ്ത്രം ഇട്ടിട്ട് നിൽക്കാൻ ശ്രമിക്കാം. നമ്മുടെയൊക്കെ ഒരു തെറ്റായിരുന്നു. പണ്ടൊക്കെ എല്ലാവരും ഒന്ന് ചുരുട്ടി കൂട്ടിയിട്ട് എന്നിട്ട് മടക്കിയാണ്ട് പായലാണ്ട് മടക്കിയിരുന്നു നിസ്കാരക്കുപ്പായം. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാ മാഷാഅള്ളാ എല്ലാവർക്കും അത് കൊളത്തിയിടാനും തൂക്കിയിടാനും എന്നിട്ട് അതിന്റെ നനവൊക്കെ പോക്കാൻ ഒക്കെ കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് 2 ദിവസം കൂടുമ്പോഴെങ്കിലും ദിവസവും ഈ നിസ്കാരക്കുപ്പായം മാറ്റി തിരുമ്പാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴാണ്. അങ്ങനെ നമ്മളെപ്പോഴും നമ്മുടെ നിസ്കാരക്കുപ്പായം എപ്പോഴും അത്തറ് മണക്കുന്ന ഒരു നിസ്കാരക്കുപ്പായം. കാരണം എന്താ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ ഒരു വണ്ടി നമ്മളെ കാറിൽ എന്തൊക്കെ അത്രക്ക് പൂശില്ലേ, നമുക്കാൾ ഉഷാറാക്കി വെക്കണം നമ്മളെ നിസ്കാരപ്പായ. അതുപോലെ ഒന്നാമത്തെ കാര്യം നമ്മളെ 5 നേരം നിസ്കാരം. നമ്മളെ നിസ്കാരം ഖുശൂ ഇല്ലാന്ന് പറയുന്നവർക്കുള്ള ഒരു എളുപ്പമാർഗമാണ് നിസ്കാരത്തിന് ഉള്ള
ദുആകള് മലയാളത്തിൽ പഠിക്കാം, അതിന്റെ അർത്ഥം പഠിക്കാം. അർത്ഥത്തോടു കൂടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഫോക്കസ് കിട്ടും. അതുപോലെ തന്നെയുള്ള കാര്യമാണ് നമുക്ക് ഈ ഖുശൂ അല്ലെങ്കിൽ ഫോക്കസ് എന്നുള്ള അള്ളാഹുവിലുള്ള അടുപ്പം എന്ന് പറഞ്ഞത് സ്വിച്ചിട്ടാൽ ഓണാക്കുന്ന നിസ്കാരത്തിൽ തക്ബീറിട്ടുമ്പോൾ ഓണാകുന്ന ഒരു കാര്യമല്ല. നമ്മളെ ലൈഫ് ലോങ് എപ്പോഴും അള്ളാഹിനെ കൊണ്ട് അള്ളാഹിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും, ഒരു കാര്യം ചിന്തിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും. അള്ളാഹ് ഇത് നിന്റെ പേര് തുറക്കുന്നു, അള്ളാഹ് ഇത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എപ്പോഴും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നിസ്കാരത്തിലും അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത്. കാരണം നിസ്കാരം നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നു, ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കും. അപ്പം ഒന്നാമത്തെ കാര്യം, ഞാൻ സമയം വേസ്റ്റ് ആക്കല്ല. ഒന്നാമത്തെ കാര്യം 5 നേരം നിസ്കാരം സമയത്ത് തന്നെ നിശ്ചയിക്കാം. അപ്പം അത് ചെയ്തോ ഇല്ല എന്നുള്ളത് നമ്മളെ ചെക്ക് ചെയ്യാം. ലാസ്റ്റ് നമ്മള് വൈകുന്നേരം രാത്രി നമ്മളെ ഡയറി എഴുതുന്ന സമയത്ത് നമ്മളെ തന്നെ സ്വയം ചോദിക്കാം, 5 നേരം നിസ്കാരം സമയത്ത് ചെയ്തോ. അതുപോലെ ഉള്ളതാണ് ഖുർആൻ വായിച്ച് മനസ്സിലാക്കി അമല് ചെയ്യാം. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഈ തഫ്സീർ പഠിച്ചവരാണ് ഓക്കെ, അവർക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഖുർആൻ എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. ഫാത്തിഹന്റെ അർത്ഥം പോലും മനസ്സിലാവാത്തവരുണ്ട്. എന്താണ് ഫാത്തിഹയിൽ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ തുടങ്ങുന്നു, റഹ്മാനും റഹീമുമായ അള്ളാഹിന്റെ പേരിൽ തുടങ്ങി. എന്നിട്ട് അള്ളാഹിനെ നമ്മൾ വായിച്ചു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെ? റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സർവസ്തുതി, ഹംദ് മുഴുവൻ. അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, റഹ്മാനും റഹീമുമായ കരുണ്യവാനും കരുണാനിധിയുമായ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിനാണ് സർവസ്തുതി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ ചോദിക്കുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്താ നമ്മൾ ചോദിക്കുന്നത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കണേന്ന്, നേരായ മാർഗം നയിക്കണേന്ന്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഇഹ്ദിന സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തില്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴി വീഴ്ചവരുടെ മാർഗത്തിലല്ല, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. അല്ല, ഈ ഒരു കാര്യമാണ് നമ്മൾ ഫാത്തിഹയില്. അത് നമ്മൾ അത്രയും മനസ്സറിഞ്ഞിട്ട് ഞാൻ ഫാത്തിഹന്റെ മാത്രമായിട്ട് ഒരു തഫ്സീർ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ സമയം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓടാൻ ശ്രമിച്ചാല്, എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ അമല് ചെയ്യാം. ഖുർആന് മനസ്സിലാക്കുക എന്ന് വെച്ചാല് സ്വഹാബിമാരൊക്കെ ഒരു ആയത്ത് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സൂക്തം അവതരിച്ചാല് അത് പഠിച്ചതിന് ശേഷം അത് പ്രാവർത്തികമാക്കിയിട്ട് അടുത്ത സൂറത്ത് പഠിക്കലുള്ളായിരുന്നു, ഹിഫ്ളാക്കുള്ളായിരുന്നു അവർ. അപ്പൊ അതുപോലെ നമ്മൾ ഖുർആന് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അമല് ചെയ്യാൻ ശ്രമിക്കും. അവ പറയാം, എനിക്ക് ഖുർആന്റെ അർത്ഥം അറിയില്ല, ഞാൻ അറബി പഠിക്കും. ഇല്ല, വേണ്ട. ഇപ്പൊ മലയാളത്തിൽ ഒരുപാട് ചാൻസ് ഉണ്ട്. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന മൊബൈലിൽ, നിങ്ങളിപ്പോ ഈ കാണുന്നത് മൊബൈലിലായിരിക്കുമല്ലോ. മൊബൈലിൽ നമുക്ക് ആപ്ലിക്കേഷൻ കയറ്റാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് തഫ്ഹീമുൽ ഖുർആന്, അതിൽ നമുക്ക് അർത്ഥം പറഞ്ഞു തരും. വായിക്കുക പോലും വേണ്ട, കേട്ടിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് തഫ്സീറുകൾ ഉണ്ട് പഠിപ്പിച്ചു തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും ഈ തർജ്ജമ ഉള്ള ഖുർആന്. നമുക്കിപ്പം അവസരങ്ങളുണ്ട് ഖുർആന് വായിച്ച് മനസ്സിലാക്കി അമല് ചെയ്യാനുള്ളത്. എന്നിട്ടും നമ്മൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെടുത്താ തെറ്റ്? നമ്മളെടുത്ത. അപ്പൊ നമുക്ക് സ്വർഗത്ത് പോണം. എന്നാ പിന്നെ നമുക്ക് സമയമില്ലേ, സമയം കണ്ടെത്തണം, അല്ലെ? മൂന്നാമത്തെ കാര്യം ഹിജാബും ഹൈയും പാലിക്കാം. നമുക്ക് വേഷത്തിലും പെരുമാറ്റത്തിലൊക്കെ അള്ളാഹ് പറഞ്ഞ രീതിയിൽ നടക്കാൻ കഴിയണം.
അതുപോലെ തന്നെ നമുക്ക് ലജ്ജ വേണം. എല്ലാ ആരുടെ മുന്നിൽ എപ്പോ വേണേലും കയറി ചെല്ലുന്ന രീതിയിലേക്ക് ആവരുത് കാര്യങ്ങള്. നമ്മള് ഇത് ഈ വേഷം ഇട്ടാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നെങ്കിൽ ഓരോ വേഷം ധരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ലജ്ജ വേണം. അപ്പൊ പലപ്പോഴും പലർക്കും ഉള്ള പ്രശ്നമാണ് നമുക്ക് ലജ്ജ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എവിടെ എങ്ങനെയും കയറി ചെല്ലാം, ആരോടും സംസാരിക്കാം, ഇതൊക്കെ ഒഴിവാക്കാം. അതുപോലെ നാലാമത്തെ കാര്യം മാതാപിതാക്കൾക്കും കുടുംബത്തിന് ഇഹ്സാന് കാണിക്കുക. അവർക്കൊക്കെ ബഹുമാനം കൊടുക്കുക, അവരെ പരിഗണിക്കുക. അപ്പൊ നമുക്ക് ഇത് എഴുതിയിട്ട് ചെക്ക് ചെയ്യാം ഓരോ ദിവസം. ഇന്ന് ഞാൻ ഖുർആൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനൊരു അമല് ചെയ്തോ, ഇനി ഞാൻ ഹിജാബും ഹൈയും പാലിച്ചെന്നോ, മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഇഹ്സാന് കാണിച്ചെന്നോ, അവരോട് ബഹുമാനിച്ചെന്നോ. പിന്നെ സദക്ക ചെയ്യുക, ദിവസവും എന്തെങ്കിലും ചെറിയ കാര്യങ്ങളും സദക്ക ചെയ്യുക. സദക്ക ചെയ്യാന്ന് വെച്ചാൽ പുഞ്ചിരി മുതൽ സദക്കയാണ്. നമ്മൾ എന്ത് ചെയ്താലും എന്ത് സഹായം ചെയ്താലും അതൊക്കെ സദക്കയാണ്. അപ്പൊ നമ്മള് ദിവസവും എന്തെങ്കിലും സദക്ക ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സദക്കയ്ക്ക് മാത്രമായിട്ടൊരു ബോട്ടിൽ എടുത്തേക്കുക, എന്തെങ്കിലും ഒരു പാത്രം, എന്നിട്ട് അതിൽ ദിവസവും ഒരു ചെറിയ സംഖ്യയെങ്കിലും ദിവസവും ഇട്ട് ശരി. അപ്പൊ നമ്മുടെ മലക്കുകൾ എന്നും നമ്മളെ ചെറുത്ത് ചെയ്തതായിട്ട് എഴുതും. അത്ര നല്ല കാര്യമാവും അത്, അല്ലെ? നമുക്ക് ഇവിടെ ടിക്ക് ചെയ്യാനും പറ്റും, അതൊക്കെ ചെയ്തോ, ആ ചെയ്തു. അത് അവിടെ വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല കേട്ടോ. ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ ചെറുക്കന്റെ ബോക്സിലുള്ള പൈസ നമ്മൾ ചെറുക്ക ചെയ്യാൻ തന്നെ ഉപയോഗിക്കും. ഒരു സംഖ്യ ആവുമ്പം പള്ളിയിലേക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ആർക്കാണെന്ന് വെച്ചാൽ ചെറുക്ക ചെയ്യാം. അതുപോലെ നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ ഇന്ന് തൗബ ചെയ്തോ ദുആ ചെയ്തോ എന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. തൗബ ചെയ്യുക, നമ്മൾ എന്നും തൗബ ചെയ്യുന്നുണ്ട്. പക്ഷെ തൗബ ചെയ്യുന്നവർക്കുള്ള ഒരു ശർത്തുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഇതുവരെ ചെയ്തു പോരുന്ന തെറ്റുകളെ തൊട്ട് പിന്മാറുക. ഇനി ആ തെറ്റുകള് ആവർത്തിക്കില്ല എന്ന് വാക്ക് കൊടുക്കുക. എന്നിട്ട് വേണം തൗബ ചെയ്യാൻ. നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും ഇന്ന് ഞാൻ തൗബ ചെയ്യും, വീണ്ടും ഞാൻ ആ കാര്യം ചെയ്യും, വീണ്ടും തൗബ ചെയ്യും, ആ രീതിയിലേക്ക് ആവരുത്. അത് അള്ളാനെ പറ്റിക്കാൻ പറഞ്ഞൊരു പരിപാടിയല്ലേ. അള്ളാനെ പറ്റിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മളല്ലേ നമ്മളെ പറ്റിക്കുന്നേ. നമ്മളെ തന്നെ സ്വയം പറ്റിക്കല്ലത്. അങ്ങനെ ആവരുത്. നമ്മള് എപ്പോഴും എല്ലാ കാര്യത്തിനും അള്ളാനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും നമ്മൾക്ക് ദിവസം മുഴുവനും ദുആയിലായിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ വിവാദത്തിലായിരിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാം? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നിയത്ത് ചെയ്യാം, ഇത് അള്ളാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം. ഇപ്പം ഞാൻ കിച്ചണിലാണ് ഫാമിലിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാണ്. അള്ളാഹുവേ, ഇത് നിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കണം. അള്ളാഹുവേ, എനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം. നമുക്ക് പ്രതിഫലമാണ്. നമ്മളെ നഖം വെട്ടിയാലേ നമ്മൾ വൃത്തിയിൽ നടത്തുന്നേ അള്ളാന്റെ ഇഷ്ടത്തിനാണെങ്കിൽ നമുക്ക് പ്രതിഫലമാണ്. നമ്മൾ കുളിക്കുന്നത് അള്ളാന്റെ ഇഷ്ടത്തിന് അള്ളാൻ പ്രതിഫലമാണ്. അള്ള എല്ലാത്തിനും പ്രതിഫലം തരാണ്. ഇപ്പം നമ്മൾ ജോലിക്ക് പോവാണ്, എന്റെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പോകും. കുടുംബത്തെ നോക്കാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോവാണ്, അള്ളാഹു പ്രതിഫലം തരാണ്. അപ്പൊ നമ്മളെപ്പോഴും അള്ളാഹുവായിട്ട് ദുആയിലും തൗബയിലുമായിട്ട് പിന്നെ ദിവസങ്ങൾ ചെലവഴിക്കുക. പിന്നെയുള്ള കാര്യമാണ് സുന്നത്ത് പിന്തുടരുക. നമ്മളെ സംസാരം, ഭക്ഷണ ശൈലി, പെരുമാറ്റം, അങ്ങനെ എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാട്ടി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് നടപ്പാക്കാം. പിന്നെ സബറും ശുക്റും, സഹനവും നന്ദി ജീവിതത്തിൽ നടപ്പാക്കാം. നമ്മളെപ്പോഴും നന്ദിയുള്ളവരാവുക. നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ക്ഷമ പാലിക്കാം. അപ്പം ശരിക്കും ഈ ക്ഷമ പാലിക്കാന്നുള്ള ആവശ്യം വരുന്നില്ല നമ്മൾ ഈ ശുക്ർ ചെയ്യും. കാരണം എന്താണെന്നറിയോ? നമ്മള്
ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇപ്പോഴും ഒരാള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു. ഏഹ് എന്നിട്ട് നമ്മളോട് നമുക്ക് എന്തോ ഒരു വിഷമം തന്നെ. അപ്പം നമ്മൾ ക്ഷമിക്കുക അതോ ഇത്രയും തന്നില്ലേ നമുക്ക് ഇത് പറയണം. അതുപോലെ തന്നെ നമ്മൾ അള്ളഹാനോട് എല്ലാ കാര്യത്തിനും ശുക്ർ പറയാം, അൽഹംദുലില്ലാ പറയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എനിക്ക് കയ്യെ തന്നു, കാല് തന്നു, കാണാൻ കഴിയുന്നുണ്ട്, ചെവി കേൾക്കുന്നുണ്ട്, വസ്ത്രം തന്നു, ഭക്ഷണം തന്നു, അള്ളാഹുവിന് രുചിയിട്ടുള്ള ഹുബിനെ തന്നു. അല്ലെ? നമുക്ക് അള്ളഹാനോടുള്ള ഒരു ഹുബ് ഉണ്ടായിട്ടല്ലേ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ സ്ക്രീൻ കാണുന്നത്. അപ്പം എല്ലാത്തിനും നമ്മൾ അള്ളഹാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർത്തോണ്ടിരിക്കുക അള്ളാഹ്. അതുപോലെ എന്ത് നമ്മൾ അലഹമില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ക്ഷമ പാലിക്കാം. കാരണം എന്താ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ക്ഷമ ഈമാന്റെ പകുതിയാണ്. അതുപോലെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം ശുക്രത്തും അസീതന്നക്കും, നിങ്ങൾ എത്രത്തോളം നന്ദി ചെയ്യുന്ന അപ്പം നിങ്ങൾക്ക് അതിലേറെ ഞാൻ തരുന്നതാണ്. 9ാമത്തെ കാര്യം ഇസ്ലാമിക അറിവ് പഠിക്കാം. ഇതിനെ പറ്റി എന്തെങ്കിലും കുറച്ചെങ്കിലും പഠിക്കാം. നമുക്കിപ്പം പഠിക്കാനുള്ള സാഹചര്യമൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്. മൊബൈലിൽ നോക്കിയാൽ തന്നെ പഠിക്കാൻ പറ്റും. ഖുറാനോ ഹദീസോ ദീനോ എന്താണെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കും. അപ്പൊ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം നോക്കുമ്പോൾ പഠിച്ചു ചെയ്യാൻ പറ്റും. 10ാമത്തെ കാര്യം ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കും. നമ്മളെ മനസ്സിൽ അസൂയും വെറുപ്പും വിരോധവും എല്ലാം ഒഴിവാക്കിയിട്ട് ഹൃദയം ഫ്രീ ആക്കിയില്ല. നമ്മൾ ക്ലിയർ ആക്കാം. ഒന്നുമില്ല, നമ്മളെ മനസ്സിലൊന്നുമില്ല, എല്ലാവർക്കും പുറത്തു കൊടുക്കണം. നമുക്ക് ഒരുപാട് ചീത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും നമ്മൾ പുറത്തു കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഈ വെറുപ്പുള്ള ഹൃദയത്തിനെ സ്വർഗത്തിൽ കയറ്റില്ല. നമുക്ക് സ്വർഗത്തിൽ കൊണ്ടേ വേണം നമ്മള് ഹൃദയത്തെ അല്ല കൈകി ശുദ്ധാക്കിയിട്ട് സൂക്ഷിക്കുക. അവർക്ക് പുറത്തു കൊടുത്ത് അവരുടെ നന്മ കൊണ്ടല്ല, നമുക്ക് സ്വർഗത്ത് പോകണം. നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് പുറത്തു കൊടുക്കുക. നമ്മൾ അവര് ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് നന്മ കിട്ടുമ്പോൾ അതില് സന്തോഷിക്കാം. അൽഹംദുലില്ലാ, അവർക്ക് ഇത് കിട്ടി, ഇനി ഒരു ദിവസം എനിക്ക് ഇതേപോലെ പോകണം, ഇൻഷാ അള്ളാ. അവര് ഹജ്ജിന് കൊണ്ട് ഇൻഷാ അള്ളാ എനിക്കും പോകണം. അത് അങ്ങനെ ഒരു വീട് ഇൻഷാ അള്ളാ. ഒരു കാലം ഞാനും ഇതേപോലെ വീട്. ഇങ്ങനെ നമ്മള് അസൂയക്ക് പകരം ഇൻഷാ അള്ളാ ഞാനും ചെയ്യും എന്നുള്ള, എനിക്കും കിട്ടണം അല്ലെങ്കിൽ കിട്ടും അതുപോലെ ഒന്ന് ഞാനും എനിക്ക് വേണം, ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അല്ലാതെ അവർക്ക് അത് കിട്ടിയില്ലേ, അത് നോക്കട്ടെ, അതിന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കിടന്ന് ചെയ്യിക്കോളും. ഇപ്പൊ എന്താണ് അങ്ങനത്തെ വെറുപ്പ് വിരോധം കുഞ്ഞായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പൊ ഇങ്ങനൊക്കെ ഹൃദയം ശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളത് നോക്കുക. എന്നിട്ട് അത് ചെയ്യാം. നമ്മൾ ആരെ കുറ്റം പറയാനും മെയിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് നമ്മളെ നോക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട. അവര് അവരുടെ കവറിലേക്കല്ലേ, അവര് എന്താ ചെയ്തോട്ടെ. നമ്മൾ ആദ്യം നമ്മളെ കവറും നമ്മുടെ സീനും ശരിയാക്കാം. ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങളെ, ഒന്നാമത്തെ ഷിഫ്റ്റ് കുപ്രമാണം ജോലിസം എല്ലാം ഒഴിവാക്കാം. രണ്ടാമത്തെ കാര്യം നിസ്കാരം ഒഴിവാക്കാതിരിക്കാം. അപ്പൊ നിസ്കാരം നേരം വൈകുന്നത് വലിയ നഷ്ടമാണ്. മൂന്നാമത്തെ കാര്യം ഹറാമായിട്ടുള്ള ബന്ധങ്ങൾ, അന്യപുരുഷന്മാരായിട്ടുള്ള അനാവശ്യ സംസാരം സൗഹൃദമൊക്കെ ഒഴിവാക്കാം. നാലാമത്തെ കാര്യം റീവത്തിൽ ഉണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ പറയരുത്. റീവത്തും നെയ്മത്തും പറയാതിരിക്കുക. നമ്മൾ പലരുടെയും തെറ്റിദ്ധാരണയാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ പറയാന്ന് വെച്ചാല് ഞാൻ അതിന് ഉള്ളതല്ലേ പറയുന്നത്, അത് പറയും. അതന്നെ തെറ്റാണ്. ഉള്ളതാണ് പറയുന്നതെങ്കിൽ അത് റീബത്താണ്, അറിയാത്തത് പറയണമെങ്കിൽ അത് കളവാണ്. രണ്ടും പറയാതെ അല്ലെ? നമ്മൾ മറ്റുള്ളവർക്ക് നോക്കണ്ട. അവരങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു അവർക്ക് ഹിദായത്ത് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. നമ്മൾ തിരുത്തണ്ട. കാരണം അവർക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ അവരെ ആളുകളെ ഇടയിൽ പോയാണ്ട് നമ്മൾ പോയാണ്ട് കളിയാക്കണ്ട. കാരണം നമ്മള്
നമ്മളോട് അവർ ഇങ്ങനെ പറഞ്ഞാല് നമുക്ക് വിഷമം ഉണ്ടാവും എന്ന് തോന്നുന്ന ഒരു വാക്കും നമ്മൾ മറ്റുള്ളവരോട് പോയി പറയണ്ട. ഓക്കെ. ഇനി അതല്ല അത്രയും തെറ്റാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് സ്വകാര്യമായിട്ട് വിളിച്ച് പറയും, മോളെ മോനെ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് ഭയങ്കര തെറ്റാണ്, എനിക്ക് കണ്ടിട്ട് വിഷമം തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ്. സ്വകാര്യമായിട്ട് വിളിച്ച് പറയാം, അവരെ നിന്ദിക്കരുത്, അവരെ നാണം കെട്ടരുത്. ഹറാമായ വരുമാനം ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ വരുമാനത്തിന് പലിശ, വഞ്ചന, കള്ളം അങ്ങനെ ഹറാമായ ഒരു രീതിയിലുള്ള വരുമാനം വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഹറാമായ ഭക്ഷണം, ഇപ്പൊ മദ്യം, ഹറാമായ മാംസം എന്ന് വെച്ചാല് ഈ ചൊല്ലി അറക്കാത്ത മാംസം നമുക്ക് ഹറാമാണ്, ഹലാലല്ലാത്ത മാംസം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KFC-യിലൊക്കെയുള്ള ചിക്കന് ഹലാലാണോ എന്നുള്ളത് അവിടെ തന്നെ ചോദിച്ചാൽ അറിയാം. പല പാക്ഡ് മീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഹലാലായ രീതിയിൽ അർത്ഥമല്ല. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹറാമായ ഭക്ഷണമാണ് നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവര് നിവൃത്തിയോടുകൊണ്ട് തരുന്ന ഫുഡ്, അവരിപ്പം ആഗ്രഹിക്കുന്നില്ല നമ്മളെ കഴിക്കണം, പക്ഷെ വണ്ണിലേക്കിട്ട് തരുന്ന ഫുഡ് ഉണ്ടാവും, അത് കഴിക്കാതെ അവർക്ക് അവരെ മുഖത്തിനെ കാണാം, അവർക്ക് പൊരുത്തമില്ലാതെ തന്നാണെങ്കിൽ അത് കഴിക്കാതിരിക്കാം, അത് നമുക്ക് ഹറാമാണ് കഴിക്കുക. സമയം പാഴാക്കല്, അനാവശ്യ സോഷ്യൽ മീഡിയ, സീരിയലുകൾ, ഗെയിമുകൾ, ഇതൊന്നും നമ്മുടെ സമയം പാഴാക്കാതിരിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും, സെർച്ച് ചെയ്തിട്ട് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ ആവശ്യമുള്ള റെസിപ്പീസ് നോക്കാൻ പറ്റും. ഇതൊന്നും ഇതല്ല, ഹറാമല്ല. പക്ഷെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത റീൽസ് കാര്യങ്ങളും സീരിയലുകളും ഗെയിമുകളൊക്കെ സമയം കളയാതെ. അഹങ്കാരവും പേയും അല്ലെ, നമ്മൾ അഹങ്കരിക്കാതിരിക്കാം, നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാതിരിക്കും. എനിക്ക് അതിന്റെ ഇതുണ്ട് എന്നുള്ള അഹങ്കരിക്കരുത്. കാരണം എന്താ, നമുക്കൊന്നുമില്ല, അള്ളാഹു വിചാരിച്ച ഒറ്റ നിമിഷം കൊണ്ട് തകരാൻ മാത്രമുള്ള കഴിവുകളൊക്കെ ഉള്ളൂ അല്ലെ, ആലോചിച്ചൊക്കെ. അതുപോലെ തന്നെ ഞാൻ ഇത്ര ശ്രദ്ധ കൊടുത്തു, ഇത്ര അവർക്ക് കൊടുത്തു, ഇത്ര ഇവർക്ക് കൊടുത്തു, ഞാൻ സാഹചര്യത്തിന് വേണ്ടി എണീറ്റതായിരുന്നു, അപ്പോഴാണ് ഞാൻ അത് കണ്ടത്, ഞാൻ അന്ന് നോമ്പെടുത്തി, ഇങ്ങനെ പറയാതിരിക്കാം. ബാക്കി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്, നമ്മൾ സ്വകാര്യമായിട്ട് ചെയ്യുന്ന, സ്വകാര്യമായിട്ട് ആരോടും പറയാതെ ചെയ്യുന്ന ഇബാദത്തുകളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ടാണ് തഹജ്ജുദ് ഇത്രയും പ്രിയങ്കരായത്. മറ്റുള്ളവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എണീറ്റ് ഇരിക്കാനാവാറ്, കാരണം ആരും കാണുന്നില്ല. അതുപോലെ നോമ്പ്, ആരെയും കാണിക്കേണ്ടതില്ല, നോമ്പ് എടുക്കുന്നൊന്നും അവർ തുയിന്ന് നോക്കാൻ കഴിയില്ല, നമ്മൾ ഭക്ഷണം കഴിച്ചോ ഇല്ല എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മളെപ്പോഴും അഹങ്കാരം ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി നിർത്തിക്കുക. മാതാപിതാക്കളെയും കുടുംബത്തെ അവഗണിക്കാതിരിക്കുക, അവർക്ക് സ്പേസ് കൊടുക്കുക. നമ്മുടെ ലൈഫിൽ നമ്മളോടുള്ള പറഞ്ഞിട്ട് നമ്മളെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കണം, ദീനിനെ ശ്രദ്ധിക്കണം, കുടുംബത്തെ, വരുമാനത്തെ, എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ വരുമാനത്തിനും വേണ്ടി ഉറപ്പില്ലാതെ ശരീരം കളയുന്നത് അത് ഹറാമാണ്. അല്ലെങ്കിൽ പിന്നെ ഇബാദത്തിന് വേണ്ടി കുടുംബവും വരുമാനമൊന്നും ഇല്ലാതെ ഇബാദത്ത് മാത്രമാക്കി, അതും പാടില്ല എന്ന് പറഞ്ഞത്. കുടുംബം നോക്കണം, നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. വരുമാനം ഉണ്ടാക്കണം, ആണുങ്ങൾക്ക് നിർബന്ധമാണ്, സ്ത്രീകൾക്ക് നിർബന്ധമില്ല. സ്ത്രീകൾക്ക് വേറെ വഴിയില്ലെങ്കിൽ എന്തായാലും പോകണം, പട്ടിണി എടുക്കാൻ പാടില്ല കേട്ടോ. അള്ളാഹു ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിയും കൂടെ ബാക്കിയുള്ള സമയം ജോലി ചെയ്യാൻ ക്ഷമിക്കുക, ജോലി ചെയ്യാം, ബുദ്ധിമുട്ടുകൾ മാറും അല്ലെ. അതുപോലെ 10ാമത്തെ കാര്യം, പലർക്കും നമുക്കെല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം, പാപങ്ങളെ ചെറുതായി കാണാം. ഓ, ഇത് ചെറിയ കാര്യമില്ല, ഇത് വലിയ പ്രശ്നം, അങ്ങനെ ചെയ്യാൻ പാടില്ല.
കാരണം എന്താണെന്നറിയോ? നമ്മള് ഈ പൈപ്പിന്റെ ചോട്ടിൽ ഇറ്റിയായി പോകുന്ന ഇറ്റി 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 വീഴുന്ന വെള്ളല്ലേ, അവിടെ ഒരു പാത്രം വെച്ച് വെക്കുക. വൈകുന്നേരമായ ആ പാത്രം നിറഞ്ഞു ഒഴിച്ചിട്ടുണ്ടാവും. അതുപോലെയാണ് നമ്മള് പാപങ്ങളെ ചെറുതായി കാണുക. അത് ചെറിയൊരു പാപം, അത് സാരമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നമ്മള് ചെറിയ മുട്ടസൂചി എടുത്താണ്ട് ഒരാളെ ഇങ്ങനെ വേദനിപ്പിച്ചാല് വേദനിക്കോ? അപ്പൊ ഞാൻ പറയണേ, ഓ അതുണ്ടായതിന് ഒരു ചെറിയ മുട്ടസൂചി. പാവം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് തെറ്റാണ്. പണ്ടുള്ളവര് പറയുന്ന പോലെ ആന കെട്ടാലും അടക്ക കെട്ടാലും കള്ളൻ കള്ളനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് നല്ല പ്രവർത്തികൾ ചെയ്യാം, അതുപോലെ ഹറാം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാം. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ജനത്തിന്റെ വഴിയിലേക്ക് എത്താം. മുസ്ലിമായ ജീവിതം എന്ന് പറയുന്നത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ്. അള്ളാഹുവിനോടുള്ള ഭയം, തഖ്വ പ്ലസ് നല്ല പ്രവർത്തികൾ, നമുക്ക് ഈസി ആയിട്ട് സ്വർഗത്ത് പോവാം. ഓക്കെ, ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. ഇതിന് നമുക്ക് ആവശ്യമുള്ള ഇനിയും ആഡ് ചെയ്യാൻ ട്ടോ. ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ദിക്റുകള്, ദുആകള്, നിസ്കാരങ്ങള്, സുന്നത്ത് നിസ്കാരങ്ങള്, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എന്തും ആഡ് ചെയ്യാം. അത് ഡെയിലി നോക്കുക. നമ്മൾ ഓരോ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിക്കണോ, ഇത്രയും കാര്യത്തിൽ നിന്നൊക്കെ വിട്ടു നിന്നോ എന്നുള്ളത് ഡെയിലി നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് സ്വർഗത്തിലേക്ക് അടുത്തിക്കണം. ഇൻഷാ അല്ലാഹ് എനിക്കിത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പേ ഖുർആൻ ഹിഫ്ള് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാർക്ക് ഫ്രീ ഖുർആൻ ഹിഫ്ള് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ബോക്സിൽ പറയാൻ അയച്ചുതരാം. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് അതുപോലുള്ള വീഡിയോസ് ചെയ്യാം. അതുപോലെ ഇനിയും മറ്റു ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും.